എന്തായാലും മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ആശങ്കയുടെ ഗുഡ് മോർണിംഗ് ആണ്. പക്ഷെ നല്ല വാർത്തകൾ ഒരുപാടുള്ള ദിവസം കൂടെ, അഭിമാനിക്കാവുന്ന വാർത്ത. അതെ, ഒരുപാട് നല്ല വാർത്തകളുള്ള ദിവസമാണ്. അതേസമയം തന്നെ ഇന്നലെ രാത്രി ആരോഗ്യമന്ത്രി അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും വീണ്ടും ശ്രദ്ധിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കുന്നത് ബ്രിട്ടനിൽ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോയിരിക്കുന്നു. അവിടെ സ്കൂളും കോളേജെല്ലാം അടച്ചു. 1.5 മാസത്തേക്കാണ് ലോക്ക്ഡൗൺ. ആവശ്യമില്ലാത്ത കാര്യത്തിന് വെളിയിറങ്ങരുത്, അല്ലെങ്കിൽ അത്യാവശ്യ കാര്യത്തിന് മാത്രമേ പുറത്തിറങ്ങൂ എന്ന് സർക്കാർ അവിടെ അറിയിച്ചിരിക്കുന്നു. കേരളത്തിൽ 6 രോഗികളാണ് അതിതീവ്ര കോവിഡ് ബാധിച്ച് ഇപ്പോൾ ഐസൊലേഷനിലുള്ളത്. ഈ വാക്സിൻ വരുന്നു ഇപ്പോൾ ഒരു ചെറിയ അമിതാത്മവിശ്വാസം ആൾക്കാർക്കുണ്ടോ എന്നുള്ള ആശങ്ക ഇന്നലെ പല ആരോഗ്യ പ്രവർത്തകരും. ഇന്നലെ മാത്രമല്ല ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നാട്ടിലുള്ള ദിവസം, നാട്ടിൽ സാധാരണ നമ്മൾ 2 ബീച്ചുകളുള്ളതാണ്, 2 സൈഡും ബീച്ചാണ്. നമ്മൾ സാധാരണ ഈ നമ്മുടെ നാട്ടുകാർ മാത്രമൊക്കെ വരുന്ന അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ലാത്ത അങ്ങേറ്റം പോയ ഒരു ഞായറാഴ്ച ദിവസം ഒരു 100-200 പേര് ഉണ്ടാകുന്നൊരു ബീച്ചാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ അർത്ഥത്തിലൊന്ന് ചെന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടുകാരനോട് വന്നിട്ട് വിളിച്ചപ്പോൾ പുള്ളി കാണാൻ പോയതാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് വെളിയിറങ്ങാതെ കിട്ടിയ സ്ഥലത്തിന് വണ്ടി വളച്ച് തിരിച്ചു വന്നത്. കാരണം ആളിനെ കണ്ടപ്പോഴേ കൊറോണ എവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞെരുങ്ങി മരിക്കും, അമ്മാതിരി ജനമാണ്. അതൊക്കെ ആ ഒരു പേടി ആളുകൾക്ക് പോയി എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ അങ്ങനെ പേടി പോകാനുള്ള സമയമായിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ബ്രിട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇപ്പോൾ ഒരു 1.5 മാസത്തേക്കാണ് അവർ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും നമുക്ക് ലോക്ക്ഡൗൺ വലിയ ദുരിതം തന്നെയാണ്. പറഞ്ഞിട്ടൊന്നും വീട്ടിനകത്തിരുന്ന് എല്ലാവർക്കും അത് പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട കാര്യമല്ല. ലോക്ക്ഡൗൺ ഉണ്ടാക്കുന്നൊരു പ്രയാസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ദയവായി അതുകൊണ്ട് ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. കാരണം അവരൊരു വലിയ വിഭാഗം ആൾക്കാർ ഇല്ലേ, അവർ രാപ്പകലില്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഭയങ്കര സാമൂഹ്യ അകലം പാലിച്ചിരിക്കും. കാരണം അടുത്തിരിക്കും. അതെ ഇതാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഇത് കഴിയട്ടെ എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ അതുമല്ല, നമ്മളിവിടെ ഓഫീസിലൊക്കെ വളരെ കർക്കശമാണല്ലോ കാര്യങ്ങൾ. ചെയ്യാവുന്നതിന് പരമാവധി ചെയ്യാം. ഏതായാലും നമുക്ക് എല്ലാ വിഷയത്തിലേക്കും വരാം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗെയിലിൻ്റെ കാര്യത്തിൽ ഇന്നൊരു വലിയ നേട്ടത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിൽ മറ്റൊരു സന്തോഷമുണ്ട്. ഏതായാലും നമുക്ക് വിശദമായ എല്ലാത്തിലേക്ക് കിടക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന വികസന ചരിത്രത്തിൽ ഏറ്റവും ഗംഭീര വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ നടക്കില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എഴുതി തള്ളിയ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഒരു ആഹ്ലാദം നമുക്കറിയാം. കൊച്ചി മംഗളൂരു ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. സംസ്ഥാന വികസന ചരിത്രത്തിൽ നിർണായക നാഴികക്കല്ലാണ് 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ. വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിൽ പൈപ്പ് ലൈൻ രാജ്യത്തിന് സമർപ്പിക്കും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കർണാടക ഗവർണർ വാജ്പേയി വാല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാന സ്റ്റേഷനായ കൂറ്റനാട് നിന്നാണ് മംഗളൂരുവിലേക്ക് 354 കിലോമീറ്റർ പൈപ്പ് ലൈൻ ആരംഭിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് തൃശൂർ വഴി പാലക്കാട് കുട്ടനാട് വരെയുള്ള പൈപ്പ് ലൈൻ 2019 ജൂണിലാണ് കമ്മീഷൻ ചെയ്തിരുന്നത്. 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ കൊച്ചിയിലെ LNG റീഗ്യാസിഫിക്കേഷൻ ടെർമിനലിൽ നിന്ന് വാതകം മംഗലാപുരത്തെത്തിക്കും. 3000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി പരിസ്ഥിതി സൗഹൃദമാണ്. ഒപ്പം കുറഞ്ഞ ചെലവിൽ പ്രകൃതിവാതകം വീടുകൾക്കും വ്യവസായങ്ങൾക്കും എത്തിക്കുകയും ചെയ്യുന്നതാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഇത് ഒരു ഗ്രീൻ ഫ്യൂവലാണ്. എമിഷൻ കുറവായി പ്രകൃതിക്ക് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്യൂവൽ വരുമ്പോൾ ഈ ഗ്യാസ് അധിഷ്ഠിതമായ സംരംഭങ്ങൾ തുടങ്ങാൻ ഒരു വളർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പ്രകൃതിവാതക പൈപ്പ് ലൈൻ പൂർത്തിയായതോടെ സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും അതുവഴി സാമ്പത്തിക വികസനത്തിനും വലിയ സാധ്യതയാണ് തുറന്നുകൊടുക്കുന്നത്. വീടുകൾക്കും വാഹനങ്ങൾക്കും ചെലവ് കുറഞ്ഞ ഇന്ധനം ലഭ്യമാകുന്നത് LPG, പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരളവ് ആശ്വാസമാകും. പദ്ധതിക്കെതിരെ പ്രതിഷേധം ഉയർന്നെങ്കിലും ഭൂവുടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിൽ നിർണായകമായി. ഒടുവിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്ന സ്വപ്നം പൂർത്തിയാകുകയാണ്. നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ പദ്ധതി പൂർത്തിയാക്കുന്നു. ഇവിടെ സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൂടി അടയാളപ്പെടുത്തുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്.
ഇത് കോവിഡ് കാലമായതുകൊണ്ട് വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ വഴിയുള്ള അതല്ലെങ്കിൽ നമുക്ക് വലിയ ആഘോഷമാക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത്. ഡാനി ലൈവിൽ പറഞ്ഞ പോലെ സർക്കാരിനൊരു ഇച്ഛാശക്തിയുടെ ഒരു വലിയ പ്രതീകം എന്ന് വേണ്ടി പറയാം. കാരണം നമുക്കറിയാം വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നടക്കില്ല എന്ന് പറഞ്ഞ് പലരും എഴുതി തള്ളിയ ഒരു പദ്ധതിയാണ്. അത്രമാത്രം പ്രതിഷേധങ്ങൾ, വലിയ പ്രതിഷേധങ്ങളാണ്, സ്വാഭാവികമാണ്. ആളുകളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. പക്ഷേ ആ ആശങ്കകളെല്ലാം അവസാനിപ്പിച്ച് അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ ആ പദ്ധതി പൂർത്തിയാകുന്നു. ഡാനി, കേരളത്തിൻ്റെ വ്യവസായ മേഖലയെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനം സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഡാനിയുടെ റിപ്പോർട്ട് തന്നെ കണ്ടതാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതാണ്ട് 500 മുതൽ 700 കോടി വരെ നികുതി വരുമാനം കേരളത്തിന് ഈ പദ്ധതി പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണ സംഭരണ ശേഷിയിൽ പ്രാവർത്തികമാകുമ്പോൾ അത്രയും വലിയ നികുതി വരുമാനത്തിലേക്ക് സംസ്ഥാനം മാറുന്നു. അതുപോലെ തന്നെ മലിനീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് വലിയ ഒരു പരിഹാരമാകുന്നു. ഇത്തരത്തിൽ വളരെ വലിയ മാറ്റം സംസ്ഥാനത്തുണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതി. ഉദ്ഘാടനത്തിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, 2 സംസ്ഥാന ഗവർണർമാർ, വലിയ ചടങ്ങ് തന്നെയാണ്. ലലു സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക ചരിത്രത്തിൽ എന്ന് പറയുന്ന അതിൽ ഒരു സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ഇന്ന് ഉണ്ടാകുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വ്യവസായങ്ങൾക്ക് അതിൻ്റെ ഇന്ധനം നൽകുക എന്നത് സംബന്ധിച്ചാണ്. പ്രകൃതിവാതകം അടിസ്ഥാനമാക്കിക്കൊണ്ട് നിരവധിയായ വ്യവസായങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കേരളത്തിലെമ്പാടുമായിട്ട് അത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വരാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നു. അത് ഇതിനകം തന്നെ ഏതാണ്ട് 35ഓളം സ്ഥാപനങ്ങൾക്ക് ഇതിനകം ഇന്ധനം നൽകുന്നുണ്ട്. ഇപ്പോൾ അത് ആദ്യഘട്ടത്തിലെ കമ്മീഷനും മറ്റും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കേരളം അതിൻ്റെ ഒരു പുതിയൊരു വ്യവസായ ഇടനാഴി തീർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണെന്ന് നമുക്കറിയാം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രതിഷേധങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. കേരളത്തിൻ്റെ പുതിയ സർക്കാർ, അതായത് ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ തിരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യം എന്ന രീതിയിൽ അന്ന് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഗെയിൽ പദ്ധതി അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്ന ചോദ്യം തന്നെയായിരുന്നു അദ്ദേഹത്തിനോട് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. കഴിയുമെന്ന ഉത്തരം അദ്ദേഹം നൽകുകയും ചെയ്തു. ആ ഉത്തരത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് ഇന്ന് ഉണ്ടാവുന്നത്. കാരണം നിരവധിയായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അത് പല രീതിയിൽ തന്നെ ഉണ്ടായി. ഇതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുക, അതോടൊപ്പം തന്നെ എന്താണ് പ്രശ്നം എന്നത് കേട്ട് പഠിച്ചുകൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഭൂവുടമകളുടെ ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ആശങ്കകൾ ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്നു. ഇത് സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ളത്, അത് എല്ലാവർക്കും അവരുടെ സംശയങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായ മറുപടി നൽകിക്കൊണ്ട് നഷ്ടപരിഹാര തുക നൽകിക്കൊണ്ട് അങ്ങനെ ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ചടുലതയോടുകൂടി തന്നെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നതാണ്. 5 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കുന്നു എന്നത്. അതായത് വളരെ പൈപ്പ് ലൈൻ പദ്ധതി മുഴുവനായിട്ട് തന്നെയും കേരളത്തിലൂടെ പോകുന്നത് മുഴുവനായും തന്നെയും പൂർത്തിയാക്കുന്നു എന്നത് വളരെ സുപ്രധാനമായൊരു നേട്ടം തന്നെയാണ്. അതും കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലാണിത് പൂർത്തിയാക്കാൻ കഴിയുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, നമ്മൾ ഈ വ്യവസായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വ്യവസായങ്ങൾക്ക് വളരെയധികം ഒരു കരുത്താർജിക്കും. കേരളത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതുന്ന രീതിയിലേക്ക് ഇത് മാറുമ്പോൾ തന്നെ മറ്റൊന്ന് നമ്മൾ എടുത്തു പറയണം, അത് മറന്നുകൂടാതെ സിറ്റി ഗ്യാസ് പദ്ധതിയാണ്. അത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഇന്ധനം, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകം നൽകുന്ന പൈപ്പ് ലൈൻ പദ്ധതിയാണ് സിറ്റി ഗ്യാസ് പദ്ധതി എന്ന് പറയുന്നത്. അത് മറ്റ് ഏജൻസികൾക്കാണ് അതിൻ്റെ ഒരു നടത്തിപ്പ് ചുമതലയിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ കൊച്ചിയിൽ അത് 1ാം ഘട്ടത്തിൽ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. നിരവധി വീടുകൾക്ക്, ഏതാണ്ട് 3000-ലധികം വീടുകൾക്ക് ഇതിനകം തന്നെ ഈ ഗ്യാസ് കണക്ഷൻ നൽകിയിട്ടുണ്ട്. പൈപ്പിലൂടെ വിദേശ രാജ്യങ്ങളിലെല്ലാം ചെയ്യുന്ന പോലെ പൈപ്പിലൂടെ ഗ്യാസ് കണക്ഷൻ നൽകുന്ന രീതിയിൽ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് മാത്രം, അതിൻ്റെ അളവിനനുസരിച്ച് മാത്രം പണം നൽകിയാൽ മതിയാവുന്ന ഒരു അവസ്ഥ, സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നൊരവസ്ഥ, അങ്ങേയറ്റം സുരക്ഷിതമായൊരവസ്ഥ. അതോടൊപ്പം തന്നെ ഈ ഗ്യാസ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുണ്ട്. അവരെല്ലാം പ്രശ്നങ്ങൾ നമ്മളെല്ലാം തന്നെ അഭിമുഖീകരിക്കുന്നതാണ്. ഗ്യാസ് സിലിണ്ടറുമായി വരുന്ന ആൾ എപ്പോൾ എത്തുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ പലപ്പോഴും അത് ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്തരം ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ മാറുന്നു എന്നുള്ളത്, ഇതെല്ലാം തന്നെ പുനർനിർവചിക്കപ്പെടുന്നു. കൊച്ചിയിൽ അത്തരം പദ്ധതി നടപ്പാക്കി ഗ്യാസ് ലൈൻ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം തന്നെയും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി കൂടി നടപ്പാക്കുകയാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കും നൽകാവുന്ന രീതിയിലേക്ക്, ഇതിൽ നിന്ന് ഇന്ധനം നൽകുന്ന രീതിയിലേക്ക് അത്തരം ഫ്യൂവൽ സ്റ്റേഷനുകൾ കടന്നു വരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ധനം ഉപയോഗിക്കുന്ന രംഗങ്ങളിലെല്ലാം തന്നെ വളരെ കാതലായ ഒരു മാറ്റം വരുന്നതിന്റെ ഡാനി പറഞ്ഞ പോയിന്റിൽ നേരത്തെ ഡാനി നമുക്ക് ബൈറ്റ് എന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ
പ്രകൃതി സൗഹൃദം കൂടിയാണ് ഇത്. എല്ലാ മേഖലയിലും ഇത് മാറുന്നത്. എനിക്കത് കേട്ടത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ സിലിണ്ടറുകാരന് ഗ്യാസുകാരനെ കാത്തിരിക്കേണ്ട എന്നുള്ളത് ഒരു വലിയ സംഭവമാണ് അല്ലേ. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഏതാണ്ട് 10,000 വീട്ടിലേക്ക് ഓൾറെഡി ഗ്യാസ് കണക്ഷനായി കഴിഞ്ഞു. ഇത് മംഗലാപുരം വരെയുള്ള ഇത് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ഇത് എത്തുമ്പോൾ തന്നെ ഒരു വലിയ മാറ്റമാണ്. നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതിന്റെ ബില്ലടക്കുക. അതെല്ലാം വളരെ സുരക്ഷിതമായ ഒരു സംവിധാനം. ഇതിന്റെ ആ പ്രകൃതി സൗഹൃദ ആംഗിൾ അതും കൂടി ഒന്ന് പറയും, കാരണം നമ്മൾ അത് ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണല്ലോ. ഗോപി, ഇത് തികച്ചും മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നോക്കുമ്പോൾ അത് പല രീതിയിൽ തന്നെ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മറ്റ് ഇന്ധനങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ഇത് തീർത്തും അതായത് ഈ കാലത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട രീതിയിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്ധനം ഉപയോഗിക്കുന്നത് അത് വാഹനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വാഹനങ്ങളിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ അറിയുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ഇപ്പോഴുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ദ്രവ ഇന്ധനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുമ്പോൾ അനുഭവിക്കുന്നത് രൂക്ഷമായ ഒരു മലിനീകരണം ഉണ്ട്. അതിൻ്റെ ഒരു തോത് വളരെ വലുതാണ്. ഇത് വ്യവസായശാലകളിലേക്കും ഇത് മാറും. വ്യവസായശാലകളുടെ നിലവിലുള്ള രീതിയിലുള്ള ഇന്ധനം ഉപയോഗിക്കുമ്പോൾ അടക്കം ഉണ്ടാകുന്ന മലിനീകരണത്തിൻ്റെ തോതടക്കം വളരെ വലുതാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ ചെറിയ വാഹനങ്ങൾ മുതൽ വൻകിട വ്യവസായശാലകൾ വരെ അതിൻ്റെ എല്ലാം തന്നെ ഇന്ധനം പ്രവർത്തിക്കുന്ന ഇന്ധനം ഇതിലേക്ക് മാറുമ്പോൾ പ്രകൃതിവാതകത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ്റെ തോത് വളരെ വളരെ കുറവാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന കാർബൺ മലിനീകരണം അടക്കമുള്ള വലിയ അത്തരം രൂക്ഷതകൾക്ക് വലിയൊരളവ് വരെ നമുക്ക് കുറക്കാൻ കഴിയും. അതുകൊണ്ട് പുതിയൊരു കാലത്തിൻ്റെ ഊർജം എന്ന രീതിയിൽ കൂടിയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ നിലവിൽ നിലനിൽക്കുന്ന മലിനീകരണത്തിൻ്റെ തോത് വലിയൊരളവ് വരെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇത് കഴിയും. അതുകൊണ്ട് സാമ്പത്തിക ലാഭം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സാമ്പത്തിക ലാഭത്തിനൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൈകാര്യം ചെയ്യാനുള്ള അതിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതും ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമാകുന്ന മറ്റ് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാചകവാതക സിലിണ്ടർ സംവിധാനങ്ങൾ ഇതിനെല്ലാം തന്നെയും മാറ്റിക്കൊണ്ട് ആളുകൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ അതും തികച്ചും അനുസൃതമായി തന്നെ ലഭിക്കുന്ന രീതിയിലേക്ക് ഇത് മാറുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഈ പുതിയ സംവിധാനങ്ങളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ വളരെ വലുത് തന്നെയാണ്. അതിൻ്റെ ഒരു സുപ്രധാന ദിവസം തന്നെയാണ് ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ചടങ്ങുകളില്ല. പക്ഷേ ഗെയിലിൻ്റെ ഉദ്യോഗമണ്ഡലിലുള്ള അവരുടെ ഒരു പ്ലാന്റ്, ആ പ്ലാന്റിൽ ഇതിന് പ്രത്യേകം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കാണാൻ കഴിയാവുന്ന രീതിയിലേക്ക് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗോപി, തീർച്ചയായും ഡാനി വളരെ വിശദമായി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു. വളരെ സിമ്പിളായി കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിനെ സംബന്ധിച്ച് ഒരു വലിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നൊരു ആശ്വാസം. 2021 ജനുവരി 5 എന്നുള്ളത് നമുക്ക് അടയാളപ്പെടുത്തി ആ ദിവസം ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി തന്ന സർക്കാരിന് ബിഗ് സല്യൂട്ടും.